സൂപ്പർ പ്രൈമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് ശ്രീ സി പി ജോൺ. ഇനി ഇതെല്ലാം മാറി നിൽക്കട്ടെ, നമുക്ക് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്കും പോയിട്ട് എന്താണ് നമുക്ക് ഇപ്പോൾ ഈ CAG റിപ്പോർട്ട് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്, എന്താണ് കരണീയമായൊരു വഴി? ഏതെങ്കിലും തരത്തിൽ പിഴവുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് ഗവൺമെൻറ് ഡിസ്കസ് ചെയ്യട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിഴവില്ല. ഞങ്ങളുടെ അഭിപ്രായത്തിൽ CAG ഒരു ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഇൻകത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ റിയൽ ലോസിനെ കുറിച്ചല്ല പറയുന്നത്. അല്ല, അതാണ് അത്തരത്തിലുള്ള ആൻറ്റിസിപ്പേറ്റഡ് ലോസുകൾ ഈ കാര്യത്തിൽ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ച് അത് തന്നെ ഡിബേറ്റബിൾ ആണ്. മാത്രമല്ല, നമ്മളിവിടെ ചിലവാക്കിയിട്ടുള്ള ഗവൺമെൻറ് ചിലവാക്കിയിട്ടുള്ള പണത്തിനെ സംബന്ധിച്ച ഒരു ഓഡിറ്റ് റിപ്പോർട്ട് അല്ല ഇത്. സാധാരണ ഓഡിറ്റ് പാര എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്രാവൽ ചെയ്ത് അടക്കം മുതൽ വലിയൊരു കെട്ടിടം അല്ലെങ്കിൽ വലിയൊരു പ്രോജക്റ്റ് നടപ്പാക്കിയിട്ടുള്ള നമ്മുടെ എക്സ്ചക്കറിൽ നിന്ന് ട്രഷറിയിൽ നിന്ന് ചിലവാക്കിയിട്ടുള്ള പൈസയ്ക്ക് നഷ്ടം വന്നതാണ്. ഇപ്പോഴത്തെ പുതിയ മെത്തേഡ് നിങ്ങൾ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ആ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് CAGക്ക് പറയാനുള്ള അധികാരത്തെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. സ്വയം ഇരുന്ന് എന്താണ് പറയേണ്ടത്? ഈ കബഡി നിർത്തി കണ്ടെത്തിയതല്ല ഇത്. നിങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽ, നിങ്ങൾ CAGക്കുള്ള അധികാരത്തെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, CAG പറയുന്നത് പോലെ ആണ് ഇത്രയും ലാഭകരമായിരുന്നെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് നമ്മോട് പറയുന്നത് അദാനി മാത്രമായിരുന്നിരിക്കില്ല വന്നിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പൊതുജനങ്ങളോട് അല്ലെങ്കിൽ ലോക ഇൻവെസ്റ്റേഴ്സിനോട് അദാനിയോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ അതെങ്കിലും ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. EPC കോൺട്രാക്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് 1500 കോടി രൂപ അങ്ങോട്ട് കൊടുക്കും. ഇവിടെ തിരുവനന്തപുരത്ത് 42 കിലോമീറ്റർ റോഡ് പണിതതുപോലെ ആനുവിറ്റി സ്കീം അനുസരിച്ചോ മറ്റോ അതുപോലെ പൈസ ഗവൺമെന്റിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ചാൽ ഈ 1400 കോടിയുടെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 800 കോടിക്ക് ഇവിടെ ആളുകൾ മത്സരിച്ചു വരും. ഇതും കൂടി അതിന്റെ കൂടെ ചേർത്ത് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ. ഒരു മിനിറ്റ് നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞോളൂ. ഈ ടെൻഡറിൽ എന്തുകൊണ്ട് അദാനി ഒഴിച്ച് ആരും പങ്കെടുത്തില്ല? അല്ല, അതല്ലേ പറയുന്നത്. ഈ 1400 കോടിയുടെ ഓപ്പൺ ടെൻഡറിന് പോകും, അദാനിക്ക് കൊടുക്കില്ല. അദാനിക്ക് കൊടുക്കില്ല എന്നാണ് വ്യവസ്ഥ. നിങ്ങൾ ഇനിയെങ്കിലും വായിച്ചു നോക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ കമ്പനിക്കും കൂടെ അതിൽ പരീക്ഷിക്കാമായിരുന്നല്ലോ. ഈ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടും EPC കോൺട്രാക്ട് വെബ്സൈറ്റിൽ ഓപ്പൺ ആയിരുന്നു. വേണുവുമായിട്ടുള്ള ഞങ്ങളുടെ ചർച്ചയിൽ അന്നും പറഞ്ഞിരുന്നു. അപ്പോഴും ഓപ്പൺ ആണ്, കൊടുത്തിട്ടില്ല അദാനിക്ക്. പിന്നീടാണ് ധാരണ പ്രകാരം അദാനിയുടെ പോകുന്നത്. ഇതാണ് ഡൽഹിയിൽ വെച്ച് ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞങ്ങൾ ഈ കരാർ നിങ്ങൾക്ക് തന്നെ തരാം, നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ, ഇത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല മിസ്റ്റർ CP ജോൺ. ശരി. പക്ഷേ ഇനിയിപ്പോൾ പറയുകയാണ് ഇവർ ഈ കോടതിയിലേക്ക് പോയാൽ നിയമപ്രശ്നമാവും, അതുകൊണ്ട് ഈ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ദയവ് ചെയ്ത് ഇത് കോടതിയിലോട്ട് പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എങ്ങനെ കോൺട്രാക്ടിന്റെ നൂലാമാലകൾ നമ്മൾ ചികഞ്ഞ് പരിശോധിക്കാൻ പോയാൽ ഈ ഇൻവെസ്റ്റർ കളഞ്ഞിട്ട് പോകാം. കാരണം ഇത് കേരളമാണ്. അതുകൊണ്ട് ഇത് നഷ്ടം വരുത്തിയവരെ നിങ്ങൾക്ക് പിടിക്കാം. ആരാണ് നഷ്ടം വരുത്തിയത്? ഒന്നാം പ്രതി ഉമ്മൻചാണ്ടി, രണ്ടാം പ്രതി K ബാബു, മൂന്നാം പ്രതി സ്പെഷ്യൽ സെക്രട്ടറി, നാലാം പ്രതി വിസിൽഡ് MD. നിങ്ങൾ പിടിച്ചോളൂ. ഇത് അവിടെ കോൾ സ്കാമില് കോൾ MD അകത്താണ്. അല്ല, 2 വർഷത്തേക്ക് അകത്ത്. ആയിക്കോട്ടെ, 2 വർഷം. കേരളത്തിനുണ്ടായ നഷ്ടം അതോ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ശേഷം ജയിലിൽ പോയാൽ പോരെ? കൂടുതൽ നഷ്ടങ്ങൾ ഇത് പൂർണ്ണമാകുമ്പോൾ അദാനി തന്നെ ഉണ്ടാവില്ല. മനുഷ്യായുസിന്റെ ഒരു പരിധി വെച്ച് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കേണ്ട നടപടികളോട്ട് പോകും. ശരി, ശ്രീമതി ജമീല പ്രകാശം, നമുക്ക് എന്താണ് ഇനി ചെയ്യാൻ കഴിയും? നമുക്കൊരുപാട് ചെക്സ് ആൻഡ് ബാലൻസസ് ഇതിൽ നിന്ന് കണ്ടെത്താം. ഇതിൽ ഭംഗിയായിട്ടുള്ള വളരെ ആഴ്ന്നിറങ്ങി ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള നിശ്ചിതമായ ഒരു ലീഗൽ സ്റ്റഡിയും നടത്തണം, ഒരു ടെക്നിക്കൽ സ്റ്റഡിയും നടത്തണം, ഒരു ഫിനാൻഷ്യൽ സ്റ്റഡിയും നടത്തണം. എവിടെയെല്ലാം ശ്രീ ഏലിയാസ് ജോൺ പറഞ്ഞൊരു കാര്യത്തിലേക്ക്, ഉമ്മൻചാണ്ടിക്കെതിരെ, K ബാബുവിനെതിരെ, മറ്റു ബന്ധപ്പെട്ടവർക്കെതിരെ അന്വേഷണമാകാമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ്. നടപടിയിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും ആവശ്യമുണ്ടെങ്കിൽ പോകണം, ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യണം. ജനാധിപത്യത്തില് റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിലാണല്ലോ ഈ ലാവലിൻ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. തിരിച്ച് നിങ്ങൾക്കും കെട്ടിപ്പൊക്കിക്കൂടെ? അതെ, കെട്ടിപ്പൊക്കാം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈര്യനിര്യാതത്തിനുള്ള ഒരു ആയുധമായിട്ട് അല്ലെങ്കിൽ ഒരു പന്ത് കളിയായിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് CAG റിപ്പോർട്ട് ഞാൻ പൊട്ടനായതുകൊണ്ടല്ല വലിച്ചിടാഞ്ഞത്. പക്ഷെ എന്റെ ആ വിഷയത്തിൽ മാത്രം നിൽക്കാനുള്ള കോൺഫിഡൻസ് കൊണ്ടാണ്. മുഖ്യമന്ത്രി CAGയുടെ പേരിൽ നടപടി വാങ്ങിക്കുന്ന ആളാ.
വരട്ടെ, വരുമ്പോ കാണാം. അദ്ദേഹം ഞാൻ പറഞ്ഞില്ല. ലാവൽ കേസ് CAG റിപ്പോർട്ടിന് മാത്രമല്ല, അതിന്റെ ബേസിൽ CBI അന്വേഷണം നടത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞു വരുന്നത് ഇതൊരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വപ്ന പദ്ധതിയാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രതീക്ഷിക്കുക. ഇതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത് മനസ്സിലാക്കിയിട്ട് അതിനെ പരിഹരിച്ച് സംസ്ഥാനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തണം. അതുപോലും ചെയ്യില്ല എന്നൊരു നിലപാടെടുക്കാതെ ഒരു സൗഹൃദമായ രീതിയിലെങ്കിലും പരിഹരിക്കാൻ ശ്രമിക്കണം. അതല്ലാതെ ഈ പദ്ധതി നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോരും. പിന്നെ മാത്രമല്ല, നമുക്കിത് പൂർണ്ണമാകുമെന്നൊരു പ്രതീക്ഷയില്ല. കാരണം ഈ പ്രഖ്യാപിച്ച് ഈ പദ്ധതി തുടക്കം തുടങ്ങിയിട്ട് പോലും അതിന് അനുകൂലമായൊരു കാലാവസ്ഥ, ഇതിൻ്റെ പരിസരങ്ങൾ ഒന്ന് വീക്ഷിച്ച് നോക്കി അറിയാം, അതിൻ്റേതായ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നില്ല. ഇനി എന്ത് പറഞ്ഞ കാരണം ഈ ഗവൺമെൻറ്റുകളുടെ പോളിസികളിൽ സർട്ടനിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിൻ്റെ തുടരുമോ, ഇത് പൂർത്തീകരിക്കുമോ, ഞങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഗുണകരമാകുമോ എന്നുള്ളൊരു സംശയം ഇൻവെസ്റ്റേഴ്സിന് ഉണ്ട്. അത് വളരെ ഗൗരവമാണ്. ശരി 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 ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വിഴിഞ്ഞം തൊട്ടാൽ വലഞ്ഞു പോകും എന്ന് പറയാനൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് വേണ്ട. വിഴിഞ്ഞത്തെ നേർവഴിക്ക് നയിക്കാൻ വിജയന് കഴിയട്ടെ. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.